കോഴിക്കോട് വടകരയിൽ 3 അധ്യാപകർ അടക്കം 5 പേർ അറസ്റ്റിലായ ലഹരിക്കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. സുൽത്താൻ ബത്തേരി സ്വദേശി 22-കാരനായ ഷിൻഡോ ബാബുവാണ് മാഫിയയ്ക്ക് പിന്നിൽ എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അധ്യാപികമാർ അക്കൗണ്ടുകളിലേക്ക് വന്ന പണം കൈമാറിയിരുന്നത് അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ ബാബുവിന് ആയിരുന്നു. ജിജിൻ ഈ പണം ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നു എന്നതായിരുന്നു പതിവ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ആണ് തുടരുന്നത്. അനീഷ്, ഈ മുഖ്യ സൂത്രധാരനിൽ നിന്ന് ജിജിനിൽ നിന്ന് ഈ അധ്യാപകരിലേക്ക് ഇതിൻ്റെ ഒരു ലിങ്ക് എങ്ങനെയാണ് ഇവർ കണ്ണികളായത്? ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന് വ്യക്തത കൈവന്നിട്ടുണ്ടോ അനീഷ്? അഭിലാഷ്, എന്തായാലും ഈ കേസിന്റെ ഒരു നാൾ വഴി അങ്ങേയറ്റം കൗതുകമുണർത്തുന്നതാണ്. കാരണം വടകര സ്വദേശിയായ സഫാൻ എന്ന ആ ആളിൽ നിന്ന് 2.8 ഗ്രാം MDMA പിടിച്ചതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ആരംഭിച്ചത്. ഈ MDMA പിടിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോഴും ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പേരാമ്പ്രയിലെ BRCയിൽ ജോലി ചെയ്യുന്ന കീർത്തന എന്ന അധ്യാപികയിലേക്ക് അന്വേഷണം എത്തിയത്. അവരാണ് ഈ ലൊക്കേഷൻ അടക്കം തനിക്ക് ഷെയർ ചെയ്തത്. ഈ കീർത്തനയ്ക്കാണ് താൻ പണം അയച്ചത് ആദ്യം കസ്റ്റഡിയിലായ അയാൾ മൊഴി നൽകുകയും ചെയ്തു. പിന്നീടാണ് കീർത്തനയിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ കീർത്തനയുടെ അക്കൗണ്ടിൽ മാത്രം ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടന്നതെന്ന് കണ്ടെത്തിയത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഈ കീർത്തനയുടെ സുഹൃത്തായ കാവ്യ എന്ന BRCയിലെ മറ്റൊരു അധ്യാപികയുടെ വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു. കാവ്യയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റൊരു നീഷ്മ എന്ന ഇവരുടെ വേറൊരു സുഹൃത്തിനെ കുറിച്ചും, അതായത് അധ്യാപിക തന്നെയായ മറ്റൊരു സുഹൃത്തിനെ കുറിച്ചും വിവരം ലഭിക്കുന്നത്. എന്തായാലും 3 പേരുടെയും അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലക്ഷക്കണക്കിന് രൂപ ആളുടെ ഇടപാടുകളാണ് നടന്നതെന്നും കണ്ടെത്തി. ഒപ്പം ഇവർ വാട്സാപ്പ് വഴി ഇടപാടുകാർക്ക് ഈ മയക്കുമരുന്ന് എവിടെ നിന്നാണ് ശേഖരിക്കേണ്ടത് എന്ന് സംബന്ധിച്ച ലൊക്കേഷൻ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ 3 അധ്യാപകരും പണം എവിടേക്ക് കൈമാറുന്നു എന്നുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസ് എന്ന ഡെലിവറി ബോയിലേക്ക് അന്വേഷണം എത്തിയത്. ഒരു ഡെലിവറി ബോയ്ക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന ഒരു വരുമാനത്തെക്കുറിച്ച് നമുക്കൊക്കെ ധാരണയുണ്ട്. പക്ഷേ ഈ ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. കാരണം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 1 കോടിയിലധികം രൂപയാണ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത്. പിന്നീടാണ് ജിജിന്റെ അക്കൗണ്ട് വിവരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുകയും പോലീസ് ഈ വയനാട് സ്വദേശിയായ ഷിൻഡോയിലേക്ക് എത്തുകയും ചെയ്തത്. കേവലം 22 വയസ്സുള്ള ഇയാൾക്കാണ് ഈ ജിജിൻ പണം പൂർണ്ണമായി അയച്ചു നൽകിയിരുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് ആദ്യ ഒരു കണ്ണികൾ പരിശോധിച്ചപ്പോൾ ഈ 2.8 ഗ്രാം MDMA മുതൽ ഈ ജിജിൻ വരെയുള്ള കണ്ണികളുടെ ഒരു സൂത്രധാരൻ, അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആൾ ഈ ഷിൻഡോ ആണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഒളിവിലാണ്. ഇതര സംസ്ഥാനങ്ങളിലേക്ക്, കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ ഒക്കെ ഇയാൾ കടന്നു കളയാനുള്ള സാധ്യതകളാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇയാൾക്ക് വേണ്ടി പക്ഷേ ഊർജിതമായി തെരച്ചിൽ നടത്തുമെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. പ്രധാനമായും ഈ കർണാടകത്തിലെ ഈ മംഗലാപുരം അല്ലെങ്കിൽ ഗോവ, ഒപ്പം ബംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഇയാൾ ഈ മയക്കുമരുന്ന് ശേഖരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോ ഇയാൾക്ക് മുന്നിൽ മറ്റ് ആളുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാളെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ, ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങളും ഫോൺ രേഖകളും ഒക്കെ പരിശോധിച്ചാൽ മാത്രമേ പോലീസിനൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്തായാലും ഒരു നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഈ ഷിൻഡോയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ പോലീസ് നടത്തുന്നുമുണ്ട്. അഭിലാഷ്. യെസ്, കേവലം 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിൻ്റെ അക്കൗണ്ടിലേക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപ എത്തിയെങ്കിൽ എത്രത്തോളം വലിയ ശൃംഖലയാണ് ഈ ലഹരി മാഫിയുടേത്? എത്ര കോടി രൂപയുടെ ലഹരിയാണ് കേരളത്തിൽ വിൽക്കപ്പെടുന്നത്? ആരെയൊക്കെയാണ് അതിൽ കണ്ണികളാക്കാൻ ഇവർക്ക് സാധിക്കുന്നത്? 3 അധ്യാപികമാർ ആണ് ഈ വിഷയത്തിൽ പിടിക്കപ്പെട്ടത് എന്നതാണ്. അത്രമേൽ ആഴത്തിൽ ഈ ലഹരി മാഫിയ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പിടിയുറപ്പിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആ കണ്ണി എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നതാണ് ഇനി പോലീസിനെ കണ്ടെത്തേണ്ടത്. പ്രത്യേകിച്ച് ഈ ഷിൻഡോ ഏത് ലോബിയുടെ ഭാഗമായിരുന്നു? ഷിൻഡോയ്ക്ക് എവിടെ നിന്നാണ് ഈ ലഹരി ലഭിച്ചിരുന്നത്? അതിലൊക്കെ ഏറെ പ്രസക്തം അധ്യാപകർ കൂടി ഉൾപ്പെട്ട ഒരു കേസാണ്. അവിടെ ആരായിരുന്നു ഈ ലഹരിയുടെ ഉപഭോക്താക്കൾ? അതിൽ കുട്ടികൾ അടക്കം ഉള്ളവരുണ്ടായിരുന്നോ എന്നതൊക്കെയാണ് ഇനിയും അറിയേണ്ടത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിന് ശേഷം സംസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.